നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫെബ്രുവരി മാസത്തെ റേഷൻ വീതം നാളെ മുതൽ കൊടുത്തു തുടങ്ങുകയാണ്. ഈ വീഡിയോ കാണുന്ന 90% ആളുകളും റേഷൻ സാധനങ്ങൾ സ്ഥിരമായി വാങ്ങുന്ന ആളുകളുമായിരിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ സുപ്രധാനമുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ വാങ്ങുന്ന ഓരോ റേഷൻ സാധനങ്ങൾക്കും അതിൻ്റെ യഥാർത്ഥ വിലയായ 30-40 രൂപയോളം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതിനെല്ലാം കുറിച്ച് വളരെ വിശദമായി നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകളാണ് ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കാർഡിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുടെ പേരുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രവാസികളായ ആളുകളുടെ പേരുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങിയാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റും അടയ്ക്കേണ്ടി വരും. നമുക്കറിയാം, മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക്, ചുവപ്പ് റേഷൻ കാർഡുള്ള ഓരോ വ്യക്തികൾക്കും 5 കിലോ ധാന്യങ്ങളാണ് സർക്കാർ നൽകുന്നത്. അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു കാർഡിന് 30 കിലോ അരിയുമാണ് നൽകുന്നത്. മരണപ്പെട്ടു പോയ ആളുടെ പേരുകൾ 40 ദിവസം കൊണ്ട് മാറണമെന്നാണ് സർക്കാരിൻ്റെ കർശനമായ അറിയിപ്പുള്ളത്. 40 ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ അവരുടെ പേര് വെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരിക്കും 36 രൂപ വെച്ച് അവർ ഈടാക്കുകയും അതിൻ്റെ 18% പലിശയോട് കൂടി തന്നെ ഈടാക്കും. ഓരോ മാസവും 5 കിലോ അരി വെച്ചായിരിക്കും നമ്മളുടെ കണക്കിൽപ്പെടുക. വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ അനധികൃതമായി കൈവശം വെക്കുന്ന മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകളും ശ്രദ്ധിക്കുക. പല കാര്യങ്ങൾ കൊണ്ടും അവരുടെ കാർഡ് ഇപ്പോൾ വെള്ളയിലേക്കോ അല്ലെങ്കിൽ നീലയിലേക്കോ മാറാനുള്ള അവസ്ഥയായിരിക്കും. പക്ഷേ അവർ അത് ശ്രദ്ധിക്കാതെ അവർ തുടർന്ന് ചുവപ്പ്, മഞ്ഞ റേഷൻ കാർഡിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും ഈ രൂപത്തിലുള്ള വലിയ ഫൈനുകളും മറ്റും തിരിച്ചടക്കേണ്ടി വരും. സ്വന്തമായി 4 ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്ക് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലെന്നാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ്. അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും മഞ്ഞ, നീല കാർഡുകൾക്ക് അർഹതയില്ല, ചുവപ്പ് കാർഡുകൾക്ക് അർഹതയില്ല. കുടുംബത്തിൽ ഒന്നാക്കിയ 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളും ശ്രദ്ധിക്കണം. അവർക്കും മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾക്ക് അർഹതയില്ല. റേഷൻ കാർഡിൽ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ 2 കാർഡുകൾക്ക് അർഹതയില്ല. അങ്ങനെ അർഹതയില്ലാതെ കാർഡ് കൈവശം വെച്ച് അവർ വാങ്ങുന്ന ഓരോ കിലോ അരികൾക്കും നമ്മുടെ വീടുകളിൽ ഏകദേശം 10 ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഓരോ മാസവും 50 കിലോ റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. ചുവപ്പ് റേഷൻ കാർഡിന് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരി ലഭിക്കുന്നുണ്ട്. ഓരോ കിലോ അരിക്കും 36 രൂപയും അതിൻ്റെ 18% പലിശയോടും കൂടി തന്നെ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ഇത് ശ്രദ്ധിക്കാതെ പല ആളുകളും മരണപ്പെട്ടു പോയ ആളുടെ പേര് 2-3 വർഷം കഴിഞ്ഞ ശേഷം മാറാൻ അപേക്ഷ കൊടുക്കുമ്പോഴും അവർ അന്ന് വരെ വാങ്ങിയ മൊത്തം രൂപയുടെ നമ്മൾ ഫൈനായിട്ട് അടച്ചാൽ മാത്രമാണ് അവരുടെ പേര് റേഷൻ കാർഡ് ഒഴിവാക്കുകയുള്ളൂ. അതുപോലെ തന്നെ റേഷൻ ഇൻസ്പെക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരും വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ വഴിയാണ് നമ്മൾ ഇതിനെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത്. റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ട പോയ വ്യക്തിയുടെ പേര് ഒഴിവാക്കാൻ മരണപ്പെട്ട വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റും ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊടുത്ത് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഫൈൻ അടക്കാനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഫൈൻ അടക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ 40 ദിവസം മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഫൈനൊന്നും അടക്കേണ്ടി വരില്ല. എത്രയും പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തി കുടുംബനാഥയാണെങ്കിൽ അത് മാറാൻ സാധിക്കും. എല്ലാ പരിപാടികളും ഓൺലൈനിലാണ് ചെയ്യേണ്ടത്. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.